തൃശൂരിലെ വോട്ടുകൊള്ളയിൽ നിയമാനുസൃതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണിനോട്. സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സ്വീകരിക്കേണ്ടി വന്നതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി സ്വീകരിക്കേണ്ടതെന്ന പോലീസ് നിലപാടിന് പിന്നാലെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പ്രതികരണം. ഭരിക്കുന്ന പാർട്ടിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്ന വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്നും രത്തൻ ഖിൽകർ പറഞ്ഞു. വീട്ടുടമസ്ഥർ അറിയാതെ ആ വീട്ടിൽ നിരവധി വോട്ടർമാർ, ഒരു വ്യക്തിക്ക് ഒന്നിലധികം സ്ഥലത്ത് വോട്ട്, ഒരു വ്യക്തിക്ക് 2 എപ്പിക് നമ്പറിൽ ID കാർഡ് തുടങ്ങി നിരവധി പരാതികളും തെളിവുകളുമാണ് തൃശൂരിൽ നിന്നും പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മൊത്തം ഇലക്ഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിയമാനുസൃതം മാത്രമാണ്. All elections are done as per electoral laws and instructions of Election Commission from time to time എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ടുകൊള്ളയിൽ പങ്കുണ്ടെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് പോലീസ് നിലപാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. വോട്ട് ചോരി ആദ്യം പരീക്ഷിച്ചത് കേരളത്തിലായിരുന്നുവെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ പറഞ്ഞു. വോട്ട് ചോരി ഉണ്ടാത്തൊരു ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ. കാരണം ഇവിടെ അങ്ങനെ ഇത് ആദ്യം പരീക്ഷ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും BJPയുടെ ഒരു അടിമയായിട്ട് ഒരു B ടീമായിട്ട് പിണറായി വിജയൻ മാറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മറുപടി ഇതായിരുന്നു. നിയമാനുസൃതം ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. നിയമാനുസൃതമുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമാനുസൃതം ഇല്ലാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആക്ഷൻ എടുത്തിരിക്കും. പരാതിരഹിതമായ രീതിയിൽ കേരളത്തിൽ SIR നടപ്പിലാക്കുമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും കരട് വോട്ടർ പട്ടിക പരിശോധിക്കാമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.